നമ്മൾ നോമ്പിൻ്റെ സമയത്ത് എന്തായാലും ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അത് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയാലോ. നമ്മുടെ ബോഡി നല്ല വാമപ്പായിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ടും ബദാമും വെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഒരു 2 സ്പൂൺ ചിയാ സീഡ് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ സബ്ജി സീഡ് എടുക്കാം കേട്ടോ. അതായത് സാധാരണ കസുകസ് രണ്ടും ഒരേപോലെ തന്നെയാണ്, പക്ഷേ ചിയാ സീഡ് കുറച്ചുകൂടി ഹെൽത്തിയാണ് കേട്ടോ. അതിനുശേഷം ഒരു 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച കാഷ്നട്ടും ബദാമും ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് നന്നായി ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെർമിസെല്ലി ഇട്ട് ഒന്ന് പതുക്കെ ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് 4 ഗ്ലാസ് പാലുണ്ടാവും കേട്ടോ. ഇത് പാല് മുഴുവനായി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കാഷ്നട്ടും ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. മധുരം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സുകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ചിയാ സീഡ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ ഡ്രിങ്ക്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കൊക്കെ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ.